ഹലോ, ഇന്ന് നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ സോണിയെ നാറൂട്ടോ ഷിപ്പിടാൻ തിരിച്ചു വരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ നോക്കണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. വീഡിയോക്ക് പോകുന്ന മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടുകയും ചെയ്യുക. സോണി എന്ന ചാനൽ നറൂട്ടോ ക്ലാസിക് മുതൽ നറൂട്ടോ ഷിപ്പിഡ് വരെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷിപ്പിഡിൻ്റെ പകുതിയായപ്പോൾ സോണി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നു. അത് സ്റ്റോപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 2024 നവംബർ മാസമാണ് അത് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. അവർ പിന്നെ ഇങ്ങനെയും പറഞ്ഞിരുന്നു ഉടനെ തന്നെ ഇത് തിരിച്ചു വരുമെന്ന്. എന്നാൽ ഇതുവരെ അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മടങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. വലിയ ഉറപ്പില്ല കാര്യമല്ല, പക്ഷേ ജൂലൈ മാസം തിരിച്ചു വരാൻ നല്ല സാധ്യത കാണുന്നുണ്ടത്. ഈ സോണിയിൽ വന്നതിന് പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ ഇന്ത്യയിലെ മിക്ക ഭാഷയും ഡബ്ബഡ് ആയിരിക്കും അതിലിറങ്ങുക. മലയാളം, ഹിന്ദി, തെലുങ്കു, തമിഴ്, അതുപോലെ കന്നഡയും ഉണ്ടാകും. ഇത്രയും ലാംഗ്വേജസിലായിരിക്കും സോണിയിൽ ടെലികാസ്റ്റ് ചെയ്യുക. നറൂട്ടോ ക്ലാസിക്കിൻ്റെ 220 എപ്പിസോഡ്സും സോണിയിൽ വന്നിട്ടുണ്ട്. അതും ഈ പറഞ്ഞ എല്ലാ ലാംഗ്വേജസിലും. പക്ഷെ നറൂട്ടോ ഷിപ്പിഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് വെറും 221 എപ്പിസോഡ്സ് മാത്രമേ സോണിയിൽ വന്നിട്ടുള്ളൂ. 221 എപ്പിസോഡ്സ് എന്ന് പറയാൻ പറ്റില്ല, വെറും 220 എപ്പിസോഡ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇത്ര അധികം ലാംഗ്വേജസ് ഡബ്ബഡ് ഉണ്ടെങ്കിലും ഇംഗ്ലീഷ് ഡബിൻ്റെ അടുത്ത് പോലും എത്തില്ല നമുക്കറിയാം. പക്ഷേ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നവരുമുണ്ട്. നിങ്ങൾ ഇതിൻ്റെ മലയാള ഡബൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ് ബെസ്റ്റ് എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഇംഗ്ലീഷാണോ അതോ മലയാളമാണോ എന്ന്. ഇംഗ്ലീഷാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യണം. നറൂട്ടോ ഷിപ്പിഡൻ ഇനി വരാനുള്ള സാധ്യത നോക്കുകയാണെങ്കിൽ ജൂലൈ 18 തീയതിയാണ് സാധ്യതയുള്ളത്. ഇത് ഉറപ്പായ കാര്യമല്ല, അത് എൻ്റെ രൂപത്തിൽ ഞാൻ പറയുകയാണ്. ജൂലൈ 18 തീയതി വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിന് മുമ്പ് വരാനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ജൂലൈ 18 തീയതി കഴിഞ്ഞിട്ട് വരാനും സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അറിയണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. വലിയ അപ്ഡേറ്റ് ഒന്നുമല്ല, ഏതായാലും ഇത്രയുള്ള വീഡിയോ.